الحمد لله الذي خلق الإنسان علمه البيان. الحمد لله الذي أنزل القرآن في شهر رمضان هدى للناس وبينات من الهدى والفرقان. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله. والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും വളരെ കണിശമായി ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ മനോഹരമായ ഈ ഭൂമിയിൽ അവൻ്റെ പ്രതിനിധിയായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവന്റെ പ്രതിനിധിയായി സൃഷ്ടിച്ചു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവന്റെ കൽപ്പനകൾക്കനുസരിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ഈ ഭൂമിയെ പരിപാലിക്കുക, ഭൂമിയുടെ സകല സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭൂമിയെ വികസിപ്പിക്കുക, മനുഷ്യന് സൗകര്യമാകും വിധം സാങ്കേതിക സൗകര്യങ്ങൾ വളർത്തിയെടുക്കുക, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തന്നെ സംസ്കാരങ്ങളെയും നാഗരികതകളെയും കെട്ടിപ്പടുക്കുക. ഇതെല്ലാമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രതിനിധിയായി ഭൂമിയിൽ മനുഷ്യനെ നിശ്ചയിച്ചതിൻ്റെ താൽപര്യം. അള്ളാഹു പറയുന്നു, ഹുവ അൻശഅകും മിനൽ അർദ്, ഭൂമിയിൽ നിന്നാണ് അവൻ നിങ്ങളെ വളർത്തിയത്. നിങ്ങളുടെ മജ്ജയും മാംസവും ഭൂമിയിൽ നിന്നാണ്. നിങ്ങളുടെ ജീവൻ ഉയർകൊണ്ടിട്ടുള്ളത് ഭൂമിയിൽ നിന്നാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അംശവും ഭൂമിയിൽ നിന്നുള്ളതാണ്. പക്ഷേ വസ്തഅമറകും ഫീഹ, ആ ഭൂമിയിൽ തന്നെ ഭൂമി പരിപാലിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി, ഭൂമി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി
ഭൂമിയിൽ നിങ്ങളെ വസിപ്പിച്ചിട്ടുള്ളതും നിവസിപ്പിച്ചിട്ടുള്ളതും അവൻ തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു. വിവിധ സമൂഹങ്ങളാണ് ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും, എല്ലാ ഘട്ടങ്ങളിലും നാഗരികതകൾക്കും സംസ്കാരങ്ങൾക്കും നേതൃത്വം നൽകിപ്പോന്നത്. യോഗ്യതയുള്ള അർഹതയുള്ള വിഭാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നേതൃത്വം നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായും ഈ ഭൂമിയുടെ ഉടമാവകാശം നാം നൽകുന്ന സന്ദർഭമുണ്ടാകും. ഇസ്ലാമിക സമൂഹത്തിന് ആധിപത്യം വന്നതിന് ശേഷം അല്ലാഹു പറയുന്നുണ്ട്, അവനാണ് ഈ ഭൂമിയുടെ മേൽ നിങ്ങൾക്ക് അധികാരം നൽകിയിട്ടുള്ളത്. അതേ സമയത്ത് തന്നെ അല്ലാഹു താക്കീത് നൽകുന്നുണ്ട്, നിങ്ങൾ അർഹത നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ, നിങ്ങൾ യോഗ്യതയില്ലാത്തവരായി തീരുകയാണെങ്കിൽ നിങ്ങളെ മാറ്റുകയും നിങ്ങൾക്ക് പിൻഗാമികളായി മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവരികയും ചെയ്യും എന്ന്. അപ്പൊ വിവിധ സമൂഹങ്ങൾ ലോകത്ത് നാഗരികതകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു അവരുടെ അർഹതയും യോഗ്യതയും അനുസരിച്ച്. വിവിധ സർക്കാരുകൾ, ഭരണാധികാരികൾ വിവിധ രാജ്യങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു അവരുടെ അർഹതയും യോഗ്യതയും അനുസരിച്ച്. ഇതുപോലെ ഓരോ മനുഷ്യന്റെ കയ്യിലും ഒരു നിശ്ചിത സമയത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന വിഭവങ്ങളെയാണ് നാം സമ്പത്ത് എന്ന് പറയുന്നത്. സമ്പത്ത് ഇന്നലെ ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല, ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. നാളെ അത് നമ്മുടെ കയ്യിൽ തന്നെ നിലനിൽക്കും എന്നതിന് യാതൊരു ഉറപ്പുമില്ല. ഒരു ചരിത്രത്തിന്റെ പ്രത്യേകമായ ഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ വലിയ തോതിലോ ചെറിയ തോതിലോ സമ്പത്ത് കൈവന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുന്നത്, ആമിനൂ ബില്ലാഹി വ റസൂലി, അല്ലാഹുവിലും അവന്റെ ദൂതനിലും നിങ്ങൾ വിശ്വസിക്കുക. വ അൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി, അല്ലാഹു നിങ്ങളെ പ്രതിനിധികളായി നിശ്ചയിച്ചിട്ടുള്ള നിങ്ങളുടെ ധനത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു പറയുന്നത് ഈ കാരണത്താലാണ്. മുസ്തഖ്ലഫീൻ എന്നതിന് പ്രതിനിധികളായി നിശ്ചയിച്ചു എന്ന ഒരർത്ഥമാണ് പ്രത്യക്ഷത്തിലുള്ളത്. അതേ അവസരത്തിൽ അതിന് മറ്റൊരർത്ഥവും കൂടിയുണ്ട്, നിങ്ങളെ പിൻഗാമികളായി നിശ്ചയിച്ചിട്ടുള്ള നിങ്ങളുടെ സ്വത്ത് എന്ന്. ഇന്നലെ അത് നിങ്ങളുടെ കയ്യിലായിരുന്നില്ല, ഇന്ന് മാത്രമാണ് അത് നിങ്ങളുടെ കയ്യിൽ എത്തിപ്പെടുന്നത്. നാളെ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിക്കൊള്ളണം എന്നൊരു നിർബന്ധവുമില്ല എന്ന ഒരാശയത്തെ കൂടി മുസ്തഖ്ലഫീന ഫീഹ് എന്ന് പറയുന്ന വാചകം സൂചിപ്പിക്കുന്നുണ്ട് എന്ന് അറബി അറിയുന്ന, ഖുർആൻ അറിയുന്ന പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മിൽ പലരുടെ കയ്യിലും സമ്പത്തുണ്ട്. ചിലരുടെ കയ്യിൽ വലിയ തോതിൽ സമ്പത്തുണ്ട്, ചിലരുടെ കയ്യിൽ ചെറിയ തോതിൽ സമ്പത്തുണ്ട്. ഈ സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്താണ്. മിമ്മാലില്ലാഹില്ലദീ ആതാക്കും, അല്ലാഹുവിന്റെ ധനമാണ്, അത് അല്ലാഹുവാണ് നമുക്ക് നൽകിയത് എന്ന് വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലും ആവർത്തിച്ച് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമ്മുടെ കയ്യിൽ ആ സമ്പത്തുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഈ സമ്പത്ത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. സമ്പത്തിന്റെ വിതരണ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില യുക്തികൾ കണ്ടിരിക്കുന്നു. ആ യുക്തി അനുസരിച്ച് ലോകത്തെല്ലാവർക്കും അനുഭവിക്കുവാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്വത്ത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും കൈകളിൽ സൂക്ഷിപ്പ് സ്വത്തായി വന്നു ചേർന്നിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലളിതമായ ഭാഷയിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ ഫറള അലാ അഗ്നിയാഇൽ മുഅ്മിനീന മുസ്ലിമീന ഫീ അംവാലിഹിം മാ യസഉ ഫുഖറാഅഹു.
അല്ലാഹു സുബ്ഹാനഹു വ തആല ധനികരായ ആളുകൾക്ക് ചില കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്, ദാനധർമ്മം നിർബന്ധമാക്കിയിട്ടുണ്ട്. ആ നിർബന്ധമാക്കിയിട്ടുള്ള ദാനധർമ്മം ദരിദ്രരായ ആളുകളുടെ ജീവിതത്തിന് മതിയായവയാണ്. നിങ്ങൾ നിർബന്ധമായി ചെലവഴിക്കേണ്ട 2.5%, നിർബന്ധമായി ചെലവഴിക്കേണ്ട 5%, ചിലപ്പോൾ നിങ്ങൾ ചെലവഴിക്കേണ്ട 10%, മറ്റു ചിലപ്പോൾ നിങ്ങൾ ചെലവഴിക്കേണ്ട 20%. ഈ നിങ്ങൾ ചെലവഴിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ആ നിർബന്ധ ബാധ്യതകൾ തന്നെ ദരിദ്രരായ ആളുകൾക്ക് അനുഭവിക്കാൻ മതിയായവയാണ്, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ മതിയായവയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർത്തുന്നില്ല. തിരുമേനി പറയുന്നു, വലൻ യജ്ഹദൽ ഫുഖറാഉ ഇദാ ജാഉ വഅറു ഇല്ലാ ബിമാ യസ്നഉ അഗ്നിയാഉഹും. ഏതെങ്കിലും ദരിദ്രർ വിശപ്പ് കാരണം കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉടുതുണിയില്ലാത്തതു കാരണം, അല്ലെങ്കിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തതു കാരണം കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ആ കഷ്ടപ്പാട് വന്നു ചേരുന്നത് അവരുടെ കൂട്ടത്തിൽ തൽപ്പെട്ട ധനികന്മാർ ചെയ്തു കൂട്ടിയതിന്റെ ഫലമായി മാത്രമാണ്. അവരോട് പ്രവർത്തിക്കാൻ പറഞ്ഞത് വിധം അവർ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഒരു ദരിദ്രനും വിശക്കേണ്ടി വരുമായിരുന്നില്ല, ഒരു ദരിദ്രനും ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവനായി കഷ്ടപ്പെടേണ്ടി വരികയില്ലായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ അല്ലാഹു നൽകിയിട്ടുള്ള സ്വത്ത് ഇത് ദരിദ്രരായ ആളുകൾക്ക് കൂടിയുള്ളതാണ്. അവർ വിശക്കുന്നുണ്ടെങ്കിൽ, അവർ നഗ്നരായി തീരുന്നുണ്ടെങ്കിൽ, അവർ ചികിത്സ ലഭിക്കാതെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, അവർ വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ, അവർ മഴ കൊണ്ട് രോഗബാധിതരായി തീരുന്നുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്തം സമൂഹത്തിലെ ധനികരായ ആളുകൾക്കാണുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുവെന്ന് മാത്രമല്ല, ഒരു താക്കീത് കൂടി നൽകുന്നുണ്ട്. അലാ വഇന്നല്ലാഹ യുഹാസിബുഹും ഹിസാബൻ ശദീദാ. തീർച്ചയായും അല്ലാഹു അവരെ കഠിനമായി വിചാരണ ചെയ്യുന്നതാണ്, കണക്ക് നോക്കുന്നതാണ്, അവരോട് കണക്ക് പറയിപ്പിക്കുന്നതാണ്. വയുഅദ്ദിബുഹും അദാബൻ അലീമാ. വേദനാജനകമായിട്ടുള്ള ശിക്ഷ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിക്കുന്നതാണ് എന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ താക്കീത് ചെയ്യുകയാണ് ചെയ്തത്. കേരളത്തിലെ ഭൂമിയെപ്പോലെ കുന്നും മലകളും കുണ്ടും കുഴികളും താഴ്വാരങ്ങളും തീരദേശങ്ങളും എല്ലാം കൂടിയായിട്ട് അങ്ങനെ കിടക്കുകയാണ് മനുഷ്യ സമൂഹത്തിൽ സമ്പന്നാവസ്ഥ എന്ന് പറയുന്നത്. ചിലർക്ക് അല്ലാഹു ധാരാളമായി സമ്പത്ത് നൽകിയിട്ടുണ്ട്, വേറെ ചില ആളുകൾക്ക് ദാരിദ്ര്യം നൽകിയിട്ടുണ്ട്. സമ്പന്നനിൽ ലഭ്യമാകുന്ന സമ്പത്ത് അവനിൽ നിന്ന് കുറേശ്ശെയായി സാധാരണക്കാരിലേക്ക് ഒഴുകിയിട്ട് വേണം പ്രായോഗികമായിട്ടുള്ള ഒരു സമത്വം ഈ ഭൂമിയിൽ ഉണ്ടാകാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സായിലി വൽ മഹ്റൂം. അവരുടെ ധനത്തിൽ ചോദിച്ചു വരുന്നവർക്കും ജീവിതമാർഗം നിഷേധിക്കപ്പെട്ടവർക്കും അവകാശമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതിന്റെ കാരണവും അതുതന്നെയാണ്. അല്ലാഹു നമുക്ക് ചെറിയ തോതിലോ വലിയ തോതിലോ സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രം ആസ്വദിച്ച് തീർക്കുവാനുള്ളതല്ല, അത് ദരിദ്രർക്ക് കൂടിയുള്ളതാണ്, ജീവിതമാർഗം നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് കൂടിയുള്ളതാണ് എന്ന ഉറച്ച ബോധ്യം ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ആ ബോധ്യം മനസ്സിലുള്ള ആളുകളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിൽ ചെലവഴിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. അല്ലാഹു അവന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരാശയമാണ്. ഒരുപക്ഷെ നമ്മെ ആശ്ചര്യപ്പെടുത്താവുന്ന, നമ്മെ അത്ഭുതപ്പെടുത്താവുന്ന രീതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
അതിന് നിശ്ചയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അത് വിശദീകരിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുള്ള രീതി. സ്വത്ത് മുഴുവൻ അല്ലാഹുവിൻ്റെതാണ്, നിങ്ങൾ അതിൻ്റെ സൂക്ഷിപ്പുകാരൻ മാത്രമാണ് എന്ന അടിസ്ഥാനം വിശ്വാസികളെ പഠിപ്പിക്കുന്നു. വിശ്വാസികളെ പഠിപ്പിച്ചിട്ട് അവന്റെ കയ്യിൽ അത് കൊടുത്തിട്ട് അല്ലാഹു പറയുന്നത് എന്താണ്? വഅഖ്രിദുല്ലാഹ ഖർളൻ ഹസന, നിങ്ങൾ അല്ലാഹുവിന് ഏറ്റവും നല്ല കടം കൊടുക്കണം. അല്ലാഹു ആദ്യം സ്വത്ത് നമ്മളെ ഏൽപ്പിക്കുകയാണ്. ഏൽപ്പിച്ചിട്ട് നമ്മളോട് പറയാണ്, നിങ്ങൾ അല്ലാഹുവിന് കടം കൊടുക്കണം, അങ്ങോട്ട് കടം കൊടുക്കണം എന്ന് പറയാണ്. അപ്പൊ നമ്മൾ ആദ്യം ചോദിച്ചു പോകും അല്ലാഹുവിനോട്, അല്ലാഹുവേ, നീ തന്ന ധനമല്ലേ, എങ്ങനെയാണ് നിനക്ക് ഞാൻ കടം തരിക? അല്ലാഹുവേ, ഞങ്ങൾ എങ്ങനെയാണ് നിനക്ക് കടം തരിക? നീ ഐശ്വര്യവാനല്ലേ, ഗനിയല്ലേ, വനഹ്നുൽ ഫുഖറ, ഞങ്ങളല്ലേ ആവശ്യമുള്ളവർ. ഈ ആവശ്യമുള്ള ഞങ്ങൾ ആവശ്യമില്ലാത്ത നിനക്ക് എങ്ങനെയാണ് കടം തരിക എന്ന് നമ്മൾ അല്ലാഹുവിനോട് തിരിച്ചു ചോദിച്ചു പോകും. കാരണം ഖുർആനിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്, വഅഖ്രിദുല്ലാഹ ഖർളൻ ഹസന. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നീ എനിക്ക് കടം തരിക എന്ന് പറഞ്ഞാൽ നീ അത് ജനങ്ങളിൽ ചെലവഴിക്കുക എന്നാണ് അർത്ഥം. നിന്റെ ബന്ധുക്കൾക്ക് കൊടുക്കുക. എനിക്ക് കടം തരിക എന്ന് പറഞ്ഞാൽ നിന്റെ ബന്ധുക്കൾക്ക് കൊടുക്കുക, നിന്റെ അയൽവാസികൾക്ക് കൊടുക്കുക, നിന്റെ കൂട്ടത്തിൽ പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കുക, അനാഥരായ ആളുകൾക്ക് കൊടുക്കുക, ആവശ്യക്കാർക്ക് കൊടുക്കുക. എനിക്ക് കടം തരിക എന്ന് പറഞ്ഞാൽ നിനക്ക് ചുറ്റുമുള്ള ആളുകളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ എന്റെ ഏതെങ്കിലും പള്ളിയിൽ കൊണ്ടുവന്ന് കുന്നുകൂട്ടുകയല്ല, എന്റെ കഅബയിൽ കൊണ്ടുവന്ന് ആ കഅബ സമ്പത്ത് കൊണ്ട് മൂടുകയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും നദിയിലേക്ക് വലിച്ചെറിയുകയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കടലിലേക്ക് നഷ്ടപ്പെടുത്തുകയല്ല. മറിച്ച് നിനക്ക് ചുറ്റും നിന്റെ ബന്ധുക്കളായി, നിന്റെ അയൽവാസികളായി, നിനക്ക് വേണ്ടപ്പെട്ടവരായി, നിന്റെ സമൂഹത്തിൽ ജീവിക്കുന്നവരായി കഷ്ടപ്പെടുന്നവരുണ്ടാകും, അവർക്ക് കൊടുക്കുക എന്നതാണ് അതിനർത്ഥം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. അങ്ങനെ നമ്മൾ അല്ലാഹുവിന് കടം കൊടുക്കാൻ തീരുമാനിച്ചു. അല്ലാഹുവിന് കടം കൊടുക്കുന്ന സംഖ്യ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മൾ വിതരണം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എല്ലാവരും സമൃദ്ധരായി തീരുന്നു, സമൃദ്ധി വിളയാടുന്നു. ആ സമൃദ്ധി വിളയാടുമ്പോൾ അതിന്റെ സന്തോഷവും അതിന്റെ ആനന്ദവും ഞാൻ കൂടി അനുഭവിക്കുന്നു. പിന്നെ എനിക്ക് കഷ്ടപ്പെടേണ്ടവരെ കാണേണ്ട ആവശ്യമില്ല, എല്ലാവരും സമൃദ്ധരായി തീരുകയാണ്. അവരെന്നെ ശല്യപ്പെടുത്തുന്നില്ല, അവർക്ക് എന്നോട് പ്രയാസമില്ല, അവരുടെ അസൂയ ഞാൻ സഹിക്കേണ്ടതില്ല. അവരെല്ലാവരും സമൃദ്ധരായി തീരുകയാകുന്നു. മാത്രമല്ല, അവരുടെ സമൃദ്ധിയുടെ ഫലം എന്റെ സമ്പത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. അങ്ങനെ സമൃദ്ധി എന്നുള്ളത് സമൂഹത്തിലുടനീളം വിളയാടുന്നു. ഇത് മനോഹരമായിരിക്കുന്നു ആശയം. നമ്മൾ റമദാൻ അവസാനം വന്നു കഴിഞ്ഞാൽ കോഴിക്കോട്ട് അങ്ങാടി വളരെ സജീവമാണ്. റമദാനിന്റെ അവസാനത്തിലുള്ളത് ചെറിയ പെരുന്നാളാണ്. 2 മാസം കഴിഞ്ഞിട്ടാണ് വലിയ പെരുന്നാൾ. എന്നാൽ ആ വലിയ പെരുന്നാളിന് മാർക്കറ്റിൽ ചെറിയ കച്ചവടമേ നടക്കൂ, ചെറിയ പെരുന്നാളിന് വലിയ കച്ചവടം നടക്കും. എന്തുകൊണ്ടാണ് ചെറിയ പെരുന്നാളിന് വലിയ കച്ചവടം നടക്കുന്നത്? ആ കച്ചവടം നടക്കുവാനുള്ള കാരണം ദരിദ്രരുടെ കയ്യിൽ കാശ് വന്നു ചേരുന്നു എന്നുള്ളതാണ്. ആ കാശ് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ധനികരുടെ കയ്യിലായിരുന്നു. ഇപ്പോൾ അത് ദരിദ്രരുടെ കരങ്ങളിലേക്ക് നീങ്ങുകയാണ്. ദരിദ്രരുടെ കരങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ആ സമ്പത്ത് കൂടുതൽ ചടുലമായി തീരുന്നു, കൂടുതൽ ചലിച്ചു തുടങ്ങുന്നു. സമ്പത്ത് ചലിച്ചു തുടങ്ങുമ്പോഴോ കച്ചവടം സജീവമാകുന്നു, വ്യവസായങ്ങൾ പുഷ്കലമാകുന്നു, കൃഷി ശക്തിപ്പെടുന്നു. അങ്ങനെ സമ്പദ് സമൃദ്ധിയിലേക്ക് സമൂഹം നീങ്ങുകയും ചെയ്യുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ സക്കാത്ത് നൽകുന്നത് അല്ലാഹുവിന്റെ വജ്ഹുദ്ദേശിച്ചാണ്, സംശയമില്ല. പക്ഷേ അല്ലാഹുവിന്റെ വജ്ഹുദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ നൽകുന്ന സക്കാത്ത്
നിങ്ങളുടെ സമ്പദ്ഘടനയെ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തരും. UPA സർക്കാർ അധികാരത്തിൽ വരാനുള്ള കാരണത്തെ സംബന്ധിച്ച് വിശകലനം ചെയ്ത സാമൂഹ്യശാസ്ത്ര വിദഗ്ധർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് UPA സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരുന്നതിൽ വലിയ പങ്കുവഹിച്ചത്. എന്താണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി? നമ്മൾ നാഷണൽ ഹൈവേയിലൂടെ നടന്നു പോകുമ്പോൾ കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്ന് അപ്പയും കുറുന്തോട്ടിയും വെട്ടി വൃത്തിയാക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇതുകൊണ്ടെന്ത് കാര്യം എന്ന് ചിലപ്പോൾ തോന്നും. പക്ഷേ ഏറ്റവും ദരിദ്രരായ ആളുകളുടെ കയ്യിലേക്ക് ഒരു ദിവസം വൈകുന്നേരമാകുമ്പോഴേക്കും 100 രൂപയും 120 രൂപയും വന്നു ചേരുകയാണ്. കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊരുപക്ഷെ അതിന്റെ വിലയറിയില്ല. UPയിലും ബീഹാറിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമീണരായ പാവങ്ങളുടെ കൈകളിലേക്ക് ഒരു ദിവസം 100 രൂപയും 120 രൂപയും എന്നുള്ള നിലയിൽ ഒരു കൊല്ലം 100 ദിവസം കാശ് വന്നു ചേരുന്നുവെങ്കിൽ ആ സമ്പദ്ഘടനയെ സമൃദ്ധിയിലേക്ക് നയിക്കുന്നതിൽ അത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് സമീപകാല ഭാരതത്തിന്റെ അവസ്ഥ വെച്ചുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സമ്പദ്സമൃദ്ധിയെ വികാസത്വരമാക്കാൻ, വൃദ്ധിമുഖമാക്കുവാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ് യഥാർത്ഥത്തിൽ സക്കാത്ത് എന്ന് പറയുന്നത്. ആ സക്കാത്തിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിന് അങ്ങോട്ട് കടം കൊടുക്കുകയാണ് എന്ന് പറയുന്നത്. അള്ളാഹുവിന് അങ്ങോട്ട് കടം കൊടുക്കുന്ന തുകയാകട്ടെ അത് അള്ളാഹു നമ്മുടെ കൈകളിൽ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചിട്ടുള്ള സമ്പത്താണ് താനും. എന്തൊരത്ഭുതമായിരിക്കുന്നു! എന്നിട്ടോ ഈ സമ്പദ് സമൃദ്ധി നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദം, സന്തോഷം ഇത് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാൻ വിചാരിച്ചിട്ടുള്ളത്. ഇൻ തുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ യുളാഇഫുഹു ലക്കും. അല്ലാഹു അത് നമുക്ക് ഇരട്ടിക്കിരട്ടിയായി തിരിച്ചു തരും. കടം കൊടുത്താൽ ഈ കൊടുക്കുന്നത് മാത്രമല്ല തരുന്നത്, അവൻ നമുക്ക് ഇരട്ടിക്കിരട്ടിയായി തിരിച്ചു തരും. വയഗ്ഫിർ ലക്കും, അതിന് പുറമെ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ നമുക്ക് പൊറുത്തു തരും. ലഉകഫിറന്ന അൻകും സയ്യിആതികും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടച്ച് മായ്ച്ച് വൃത്തിയാക്കി തരും. വല ഉദ്ഖിലന്നഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, മാത്രമല്ല താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും എന്നും പറയും. ധനത്തിന്റെ, ദാനധർമ്മത്തിന്റെ പ്രതിഫലം അല്ലാഹു വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ഒന്നിന് 700 ഇരട്ടി. ഒന്നിന് 700 ഇരട്ടി എന്ന് പറയുമ്പോ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? എങ്കിൽ വേണ്ട, ചിന്തിച്ചാൽ, അല്പം ചിന്തിച്ചാൽ മാത്രം മതി. നിങ്ങൾ ഒരു വിത്ത് നടുന്നു, ആ വിത്തിൽ നിന്ന് 7 കുലകൾ ഉണ്ടാകുന്നു. ഓരോ കുലയിലും ഓരോ കതിരിലും 100 മണികൾ ഉണ്ടാകുന്നു. കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില, ഒരു വിത്ത് പോലെ അത് 7 കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു. ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കതിരിലും 100 മണികൾ, ഒന്നിന് 700 എന്ന വണ്ണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ഇരട്ടിപ്പിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഒരു സദഖ കൊടുത്താൽ, നിങ്ങൾ ഒരു സകാത്ത് കൊടുത്താൽ, ഇന്നല്ലാഹ യഖ്ബലു സദഖാത്ത്, റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുന്നു. വയഖുദുഹു ബിയമീനിഹി, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലതുകരം കൊണ്ടാണ് സ്വീകരിക്കുന്നത്, വലതുകരം കൊണ്ട് സ്വീകരിക്കുന്നു. നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു ദരിദ്രനായിരിക്കാം, അയൽവാസിയായ ഒരു അനാഥനായിരിക്കാം, ദൂരദിക്കിലുള്ള ഒരു യതീംഖാനക്കായിരിക്കാം, ഏതെങ്കിലും ബീഹാറിലോ UPയിലോ കിടക്കുന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കായിരിക്കാം നിങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ നിങ്ങൾ കൊടുക്കുന്നത് അവർക്കാണെങ്കിലും സ്വീകരിക്കുന്നത് ആരാണ്?
ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹുവാണ് യഖ്ബലു സദഖാത്ത്, ഈ സദഖാത്ത് സ്വീകരിക്കുന്നത്, വയഖുദുഹാ ബിയമീനിഹി, അവന്റെ വലതുകരം കൊണ്ട് അവൻ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ച് അവിടെ വെക്കുകയല്ല. നിങ്ങളൊരു കുതിരക്കിടാവിനെ വളർത്തുന്നത് പോലെ ആ സമ്പത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തിയെടുക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ, നിങ്ങൾ ദാനമായി നൽകുന്ന ഒരു ചോറ്റുരുള, ആ ചോറ്റുരുള ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും, നിങ്ങൾ മരിക്കുന്നത് വരെ വളരും. മാത്രമല്ല, ലോകാവസാനം വരെ അത് വളരും. മഹ്ശറിൽ നിങ്ങളുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന സന്ദർഭം വരെ അത് വളരും. എന്നിട്ടത് ഒരു ഉഹദ് മലയോളം ഉണ്ടായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു നമ്മുടെ കയ്യിൽ തന്ന സ്വത്ത് അത് അല്ലാഹു കടമായിട്ട് ആവശ്യപ്പെടുന്നു. കടമായി കൊടുക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ പറയുന്നു, നമുക്കിടയിൽ തന്നെ അത് വിതരണം ചെയ്യാൻ. അതനവൻ ഇരട്ടിക്കിരട്ടിയാക്കുന്നു. കുതിരക്കിടാവിനെ വളർത്തുന്നത് പോലെ ദാനധർമ്മങ്ങളെ അല്ലാഹു സ്വീകരിച്ച് വളർത്തുന്നു. 100 ഇരട്ടിയാക്കുന്നു. അത് നമുക്ക് നൽകുന്നു. പാപങ്ങൾ പൊറുത്തു തരുന്നു. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു. അതിനൊക്കെ പുറമെ അജ്റുൻ അളീം, ഇതിനൊക്കെ പുറമെ പ്രതിഫലം വേറെയും നൽകുന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രീതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ധനവിനിയോഗത്തെക്കുറിച്ച് റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ള രീതി നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നതാണ്, അത്ഭുതപ്പെടുത്തുന്നതാണ് എന്ന് പറയുവാനുള്ള കാരണം അതാണ്. നമ്മൾ എപ്പോഴും ഈ കാര്യത്തെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കണം, ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഇനി അഥവാ നമ്മൾ അതിന് സന്നദ്ധനാകുന്നില്ലെങ്കിൽ, ഇത്രയൊക്കെ അല്ലാഹു പറഞ്ഞു, ഇത്രയൊക്കെ അല്ലാഹു പറഞ്ഞിട്ട് നമ്മൾ അതിന് സന്നദ്ധമാകുന്നില്ലെങ്കിൽ അതിന്റെ ശിക്ഷ എന്ത് എന്നും അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും കൂമ്പാരമാക്കി വെക്കുന്നവർ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ സന്നദ്ധരാകുന്നില്ലെങ്കിൽ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയെക്കുറിച്ച് അവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കണം. നല്ല ശിക്ഷയാണ് വരാനിരിക്കുന്നത് എന്നത് ഒരു സന്തോഷ വാർത്ത പറയുന്നത് പോലെ അവരോട് പറയണം. ശിക്ഷയുടെ ചെറിയൊരു ഭാഗം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, ഈ സ്വർണവും വെള്ളിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തീയിലിട്ട് പഴുപ്പിച്ചെടുക്കും. ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും, എന്നിട്ട് അവരുടെ പാർശ്വഭാഗങ്ങളും അവരുടെ മുതുകുകളും അവരുടെ നെറ്റിത്തടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂടുവെക്കും. അങ്ങനെ ചൂടുവെച്ച് ശരീരം ഇങ്ങനെ എരിഞ്ഞു പൊരിയുന്ന സമയത്ത് അല്ലാഹു പറയും, ഹാദാ മാ കനസ്തും, ഹാദാ മാ കനസ്തും, നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള നിങ്ങളുടെ സന്താനമാണിത്. ലിഅൻഫുസിക്കും, നിങ്ങൾ ഇത് സൂക്ഷിച്ചു വെച്ചത് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ലേ, മറ്റാർക്കും നൽകാതെ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ലേ? ആ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സൂക്ഷിച്ചു വെച്ച നിങ്ങളുടെ ധനം നിങ്ങൾ തന്നെ അനുഭവിക്കൂ എന്നവരോട് പറയും. ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, നിങ്ങൾ കരുതി വെച്ചിട്ടുള്ള ധനം നിങ്ങൾ തന്നെ അനുഭവിച്ചുകൊള്ളൂ എന്ന് അവരോട് പറയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ധനം ചെലവഴിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ, നമ്മൾ കീശയിൽ കൈയിടുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു വികാരമില്ലേ, 10 രൂപ പോയാൽ പോയത് തന്നെ, അതിന് തിരിച്ചു കിട്ടുകയില്ല എന്നൊരു വികാരത്തോടു കൂടിയാണ് നമ്മളത് നൽകുന്നത്. എന്നാൽ അല്ലാഹു പറയുന്നത് ശ്രദ്ധിക്കൂ, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി ഹുവ ഖൈറൻ ലഹും, അല്ലാഹു നൽകിയിട്ടുള്ള ഔദാര്യങ്ങൾ വളരെ പിശുക്കിക്കൊണ്ട് മാത്രം ചെലവഴിക്കുന്നവർ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല അതവർക്ക് നന്മയാണ് ചെയ്യുക എന്ന്. ബൽ ഹുവ ശർറുൻ ലഹും, അല്ല, അതവർക്ക് തിന്മയായിരിക്കും. സയുതവ്വഖൂന മാ ബഖിലൂ യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അവർ പിശുക്കിയതെന്താണോ
അവർ കൊടുക്കാതെ കീശയിൽ അവശേഷിപ്പിച്ചത് എന്താണോ അതുകൊണ്ട് കണ്ഠാഭരണം അണിയിക്കപ്പെടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരികയാണ് ചെയ്യുന്നത്. അല്ലെങ്കിലും ഈ ഭൂമിയിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായത് നമ്മോട് പറഞ്ഞു. യഖൂലു ഇബ്നു ആദം മാലി മാലി, മനുഷ്യനിങ്ങനെ ആദം പുത്രനിങ്ങനെ എന്റെ ധനം എന്റെ ധനം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഫഹല്ലക മിമ്മാലിക ഇല്ലാ അകൽത ഫഅഫ്നൈത. നിന്റെ ധനം എന്ന് പറഞ്ഞത് എന്താ? നീ തിന്ന് മുടിച്ചത് മാത്രമാണ്. ഔ ലബിസ്ത ഫഅബ്ലൈത, നീ ധരിച്ച് നുരുമ്പിപ്പോയ വസ്ത്രം മാത്രമാണ് നിന്റെ ധനം. ഔ തസദ്ദഖത ഫഅംളൈത, അല്ലെങ്കിൽ നീ സദഖ ചെയ്തിട്ട് നീക്കിവെച്ച ധനം. നീക്കിവെച്ച ധനം എന്ന് പറഞ്ഞാൽ തിന്നത് മുടിഞ്ഞുപോയി, തീർന്നുപോയി. വസ്ത്രം ധരിച്ചത് അത് നുരുമ്പിപ്പോയി. എന്നാൽ ദാനമായി കൊടുത്തത് അത് നീക്കിവെച്ചതാണ്, അത് നാളെ തിരിച്ചു വരാനുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വമാ സിവാ ദാലിക, നീ തിന്നതല്ലാത്ത, നീ ധരിച്ചതല്ലാത്ത, നീ അനുഭവിച്ചതല്ലാത്ത, നീ ദാനം ചെയ്തതല്ലാത്ത എല്ലാ ധനവും ഫദാഹിബുൻ വതാരികുഹു ലിന്നാസ്, അത് പോയി പോകും, അത് മറ്റുള്ള ജനങ്ങളിലേക്ക് നീങ്ങിപ്പോകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ബോധം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം, എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ധനം ധാരാളമായി ചെലവഴിക്കണം. ഒരാൾ, തമീം ഗോത്രത്തിൽപ്പെട്ട ഒരാൾ വന്ന് റസൂലിനോട് ചോദിച്ചു, എന്റെ അടുത്ത് ധാരാളം ധനമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, നീ അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ നിർബന്ധമായിട്ടുള്ള അവകാശമാണ്. ആ അവകാശം ആർക്കാണോ എത്തിക്കേണ്ടത് അവർക്ക് നീ എത്തിച്ചുകൊടുക്കണം. പിന്നെ നിന്റെ അയൽവാസികൾക്കും നിന്റെ ബന്ധുക്കൾക്കും അനാഥരായ ആളുകൾക്കും അതിലുള്ള അവകാശത്തെ നീ അറിഞ്ഞിരിക്കുകയും വേണം എന്ന് പറഞ്ഞു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സക്കാത്ത് എന്ന് പറയുന്നത് നിർബന്ധ ബാധ്യതയാണ്. അതങ്ങ് കൊടുത്തു കളയാം. അത് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ധനത്തിൽ നിന്ന് നമ്മൾ ചെലവഴിക്കുകയും വേണം എന്ന ആശയമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സക്കാത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധ ദാനമാണ്. അത് കണക്ക് കൂട്ടി കൃത്യമായിട്ട് കൊടുക്കേണ്ട വിധം അങ്ങ് കൊടുത്തു കളയണം. ഒരു പിശുക്കും അതിൽ ഒരു നയാ പൈസക്കും നാം കാണിക്കരുത്. മാത്രമല്ല, ഈ ധനം ഏതായാലും ഞാൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്തരുത്. ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ്. കാരണം എന്റെ പീടികയിൽ വെച്ച് സാധനം വാങ്ങുന്ന ആളുകൾക്ക് ഞാൻ കൊല്ലത്തിൽ 100 രൂപ കൊടുക്കും. അടുത്ത ഒരു കൊല്ലം എന്റെ കച്ചവടവുമായി അയാളെ ബന്ധിപ്പിച്ച് നിർത്താൻ ഈ 100 രൂപ ഉപകാരപ്പെടും. വളരെ സൂക്ഷിക്കേണ്ടതാണ് കച്ചവടക്കാർ. അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും ചെയ്ത് കിട്ടേണ്ടവരാണ്. ഒന്നുകിൽ എന്നെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ തോർത്തെടുത്ത് കക്ഷത്തിൽ വെക്കണം, എന്നെ കാണുമ്പോൾ ഒന്ന് മടക്കിക്കുത്ത് അയച്ചുവിടും. അതുകൊണ്ട് 4 ആളുടെ മുമ്പിൽ ഞാൻ ധനികനാണ് എന്ന് ഉള്ള ഷിയാർ അയാൾ കാണിക്കണം. അതിന് പറ്റുന്ന വിധത്തിൽ എന്റെ ധനം ചെലവഴിക്കുക എന്നുള്ള നിലയിലും ഒരിക്കലും സക്കാത്തിനെ ഉപയോഗപ്പെടുത്തരുത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ദീപാവലിക്ക് മിഠായി കൊടുക്കാം, പക്ഷെ സക്കാത്ത് അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തരുത് എന്ന് വളരെ കണിശമായി കോഴിക്കോട്ടങ്ങാടിയിലെ കച്ചവടക്കാരെ തന്നെ ഞാൻ ഉണർത്തുകയാണ്. ദീനുൽ ഇസ്ലാമിൽ സക്കാത്ത് എന്ന് പറയുന്നത് സംഘടിതമായി കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ഏർപ്പാടാണ്. ഭരണകൂടമാണത് കൈകാര്യം ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഭരണകൂടം കൈകാര്യം ചെയ്യേണ്ടത് എന്നോ? ഒന്നാമതായി, സക്കാത്തിന്റെ അവകാശികൾ എന്ന് പറഞ്ഞാൽ വെറും ദരിദ്രർ മാത്രമല്ല. സക്കാത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള ഒരു മാർഗം മാത്രമല്ല, മറിച്ച് സക്കാത്ത് കൊണ്ട് വേറെയും ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ലക്ഷ്യം
ഇസ്ലാമിക സാമൂഹ്യ ഘടനയുടെ വ്യാപനമാണ്. വൽ ജിഹാദ് ഫീ സബീലില്ലാ വഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സമരം സക്കാത്തിന്റെ ഒരു ലക്ഷ്യമാണ്. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളും ആ പ്രബോധന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരാകേണ്ടവരുടെ വളർച്ചയും അത് ഇസ്ലാമിക സക്കാത്തിന്റെ ലക്ഷ്യമാണ്. വൽ മുഅല്ലഫതി ഖുലൂബുഹും, ലോകത്തെങ്ങുമുള്ള അടിമത്തത്തിന്റെ നുകം പേറുന്ന മനുഷ്യരെ ആ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള മാർഗമാണ് വഫിർ റിഖാബ്, ലോകത്തെങ്ങും അഭയാർത്ഥികളായി കഴിയുന്ന മനുഷ്യരെ അവരുടെ അഭയാർത്ഥിത്വത്തിൽ നിന്നും രക്ഷപ്പെടുത്തി അഭയസ്ഥാനങ്ങളിലേക്കും നിർഭയാവസ്ഥയിലേക്കും കൊണ്ടുവരുന്നതിനുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് വബിനിസ് സബീൽ. ഇതിനെല്ലാം സാധ്യമാകണമെങ്കിൽ ഇസ്ലാമിക ഗവൺമെന്റ് തന്നെ കൈകാര്യം ചെയ്യണമെന്നതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഏർപ്പാട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമസ്കാരത്തെപ്പോലെ സകാത്തും സംഘടിതമാക്കി വെച്ചിട്ടുള്ളത്. നമസ്കാരം അല്ലാഹുവിന്റെ അവകാശമാണ്, അത് സംഘടിതമായി നിർവഹിക്കണം. സകാത്ത് ദരിദ്രരുടെ അവകാശമാണ്, അതും സംഘടിതമായി നിർവഹിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത് അതിന്റെ പേരിൽ തന്നെയാണ്. രണ്ടാമതായി സകാത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ശുദ്ധീകരിക്കാനുള്ളതാണ്. മനുഷ്യനെ അഹന്തയും ആഢ്യത്വവുമുള്ളവനാക്കി മാറ്റുവാനല്ല സക്കാത്ത് എന്ന് പറയുന്നത്. ഞാൻ വലിയ സമ്പന്നനാണ്, 27-ാം രാവിന് എത്ര പെണ്ണുങ്ങളാണ് എന്റെ വീട്ടിന്റെ മുന്നിൽ കയറിയിറങ്ങുന്നത്. ഞാൻ കൊടുക്കുന്ന സക്കാത്ത് വാങ്ങാൻ തിക്കും തിരക്കുമാണ്. കഴിഞ്ഞ കൊല്ലത്തെ സക്കാത്ത് വാങ്ങാനുള്ള വരവിലാണ് 8-10 ആളുകൾ മരിച്ചുപോയിട്ടുള്ളത്. അതിന് മാത്രം സമ്പന്നനാണ് ഞാൻ എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വരുത്താനല്ല സക്കാത്ത്, മറിച്ച് സമ്പത്ത് അല്ലാഹുവിൻ്റെതാണ്. ഇത് ഞാൻ ഇഷ്ടപ്രകാരം ചെലവഴിക്കേണ്ടതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ചെലവഴിക്കേണ്ടവനാണ്. അവൻ വേണ്ടെന്ന് വെക്കുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് സമ്പത്ത് വലിഞ്ഞു പോകുവാൻ യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന ബോധത്തോടുകൂടി അല്ലാഹുവിന് വിധേയനാകുവാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നതാണ് സക്കാത്ത്. സക്കാത്ത് വ്യക്തിക്ക് നൽകുമ്പോൾ ഈ ഗുണം ലഭിച്ചെന്ന് വരില്ല. എന്നാൽ കണക്ക് നോക്കി ഉത്തരവാദപ്പെട്ട ഒരാളിലേക്ക് അത് കൈമാറ്റം ചെയ്യുമ്പോൾ ഈ ദുരവസ്ഥയിൽ നിന്ന് മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ടുകൂടിയാണ് അല്ലാഹു സക്കാത്ത് സംഘടിതമായി നൽകണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. മൂന്നാമതായി സക്കാത്തിന്റെ അസന്തുലിതത്വമാണ്. ഈ 27-ാം രാവിനും 25-ാം രാവിനും വീടുകളിൽ കയറിയിറങ്ങുന്ന സ്ത്രീകളും കുട്ടികളും എത്ര ജാഗ്രതയോടുകൂടിയാണോ അവർ കയറിയിറങ്ങുന്നത്, എത്ര വൃത്തിഹീനമായിട്ടാണോ അവർ പെരുമാറുന്നത്, അത്രയും കാശ് അവർക്ക് കിട്ടും. എന്നാൽ അതിന് പോകാത്ത ആളുകൾക്ക് അതൊട്ട് കിട്ടുകയുമില്ല. അർഹതയോ നോക്കി നൽകുവാൻ ഏറ്റവും നല്ല മാർഗം അത് സംഘടിതമായി നൽകുക എന്നുള്ളതാണ്. വിതരണത്തിനും സംഭരണത്തിനും വ്യക്തമായ മാർഗരേഖകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിക ഭരണമില്ലാഞ്ഞിട്ട് പോലും നമസ്കാരം സംഘടിതമായി നിർവഹിക്കുന്ന നമ്മൾ ഇസ്ലാമിക ഭരണമില്ല എന്ന പേര് പറഞ്ഞുകൊണ്ട് സക്കാത്ത് വ്യക്തികൾക്ക് വിട്ടുകൊടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, യാതൊരു നീതീകരണവുമില്ല. അതുകൊണ്ടാണ് സക്കാത്ത് ഇന്നത്തെ നിലയിൽ ചക്കാത്തായി അധപ്പതിച്ചിട്ടുള്ളത്. അതിന് മറുപടി പറയേണ്ടത് നമ്മുടെ നാട്ടിലെ സമൂഹത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മതനേതാക്കന്മാരും സമുദായ നേതാക്കന്മാരും തന്നെയാണ്. ഈ ഒരു വിടവ് കണ്ടറിഞ്ഞുകൊണ്ടാണ് പല പ്രദേശങ്ങളിലും സംഘടിതമായ സക്കാത്ത് കമ്മിറ്റികൾ നിലവിൽ വരുന്നത്. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഓരോ പ്രദേശത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സക്കാത്ത് കമ്മിറ്റികൾ, സംസ്ഥാന തലത്തിലും അഖിലേന്ത്യാടിസ്ഥാനത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സക്കാത്ത് സംവിധാനങ്ങൾ കൂടുതൽ വികസിച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ വൃദ്ധിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതിൽ പങ്കാളിത്തമർപ്പിക്കാൻ നമുക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അല്ലാഹുവിന്റെ അവകാശം എന്റെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം
ഏറ്റവും അർഹരായിട്ടുള്ള അവകാശികളെ കണ്ടെത്തുവാൻ പറ്റുന്ന ഏജൻസികളെ ഞാൻ ഏൽപ്പിക്കുമെന്ന് തീരുമാനിക്കാനുള്ള വിശാലത നമുക്ക് വന്നു ചേർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പാകെയുള്ള പ്രശ്നം. ആ പ്രശ്നത്തിന് നാം തന്നെയാണ് മറുപടി കാണേണ്ടത്. ഇതിന്റെ ചെറിയ ഒരു മാതൃക എന്നുള്ള നിലയിൽ ലുഅ്ലു പള്ളി കേന്ദ്രീകരിച്ചും സകാത്ത് കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വർഷങ്ങളായി സിറ്റി സകാത്ത് കമ്മിറ്റി എന്ന പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സകാത്ത് കമ്മിറ്റി ഏതാണ്ട് ഭംഗിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ധനം അത് അർഹർക്ക് മാത്രമാണ് ലഭിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിൽ വലിയ ശുഷ്കാന്തി കാണിക്കുന്ന ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയെയും നിങ്ങൾക്ക് സമീപിക്കാം, മറ്റു കമ്മിറ്റികളെയും നിങ്ങൾക്ക് ഏൽപ്പിക്കാവുന്നതാണ്, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട്. ഏതായിരുന്നാലും എന്റെ തടിയിൽ നിന്ന് ഇതിന്റെ അവസാനത്തെ അംശവും അങ്ങ് നീങ്ങിപ്പോവുക എന്ന ഒരു ഉദ്ദേശശുദ്ധി നമുക്കേവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് الذي لم يلد ولم يولد ولم يكن له كفوا أحد صلى الله على محمد وعلى آله صلاة بلا عدد باقية إلى الأبد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه ينيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്ന് ഒന്നുകൂടി ഞാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് സമ്പത്തിൻ്റെ സമ്പാദനത്തിലും അതിൻ്റെ വിതരണത്തിലും അതിൻ്റെ വിനിമയത്തിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പ്രത്യേകിച്ച് സൂക്ഷിക്കണം എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഒന്നുകൂടി ഉണർത്തുകയാണ്. റമളാനിൻ്റെ അവസാനത്തെ 10 പ്രവേശിച്ചു. റമളാനിലെ ഏറ്റവും വിശിഷ്ടമായ രാവുകളും പകലുകളും അങ്ങനെ കഴിഞ്ഞു കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് യഥാവിധി ഉപയോഗപ്പെടുത്തുവാൻ നമുക്കെല്ലാവർക്കും കഴിയണം. ഈ അവസാനത്തെ 10 മുഴുവൻ സമയവും മാർക്കറ്റിൽ കഴിച്ചു കൂട്ടരുത്. സാധനം വാങ്ങാനും വസ്ത്രം എടുക്കാനും അത് അടുപ്പിക്കാനും അതിൻ്റെ മൊഞ്ചു നോക്കാനും ഒക്കെയായിട്ട് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുഴുവൻ അവസാനത്തെ 10 മുഴുവൻ മാർക്കറ്റിന് എന്ന് പറഞ്ഞൊരു കാരണവശാലും നീക്കിവെക്കരുത്. റമളാനിലെ രാവുകൾ പകലുകളേക്കാൾ മെച്ചപ്പെട്ടതാണ് എന്ന് കഴിഞ്ഞ ഒരു ഖുതുബയിൽ നിങ്ങളെ ഞാൻ ഉണർത്തുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണത്. രാത്രികാലങ്ങളിൽ ഇസ്തിഗ്ഫാറിനു വേണ്ടി, നരകാവകാശികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആ അവസാന സന്ദർഭങ്ങളുണ്ടല്ലോ, ആ സന്ദർഭങ്ങൾക്ക് വേണ്ടി അഅ്തുകും മിനന്നാർ എന്ന് പറഞ്ഞ ആ അവസാന സന്ദർഭങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം, ഉറക്കമൊഴിഞ്ഞിരിക്കണം, നിന്ന് നമസ്കരിക്കണം, ദീർഘമായി പ്രാർത്ഥിക്കണം എന്ന് ഒന്നുകൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനിന്റെ എല്ലാ നന്മകളും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അവശേഷിക്കുന്ന നാളുകളിൽ നേടിയെടുക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സമ്പത്തിൽ നിന്ന് അന്യന്റെ ഒരവകാശവും ബാക്കി നിർത്താതെ മുഴുവൻ കൊടുത്തു തീർക്കുവാൻ ഈ റമളാനിന്റെ അവസാന ഘട്ടത്തിൽ അല്ലാഹു നമുക്ക് സഹായം നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് രോഗികളായ ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം നീ ആശ്വാസം നൽകണമേ തമ്പുരാനെ. പല ആളുകളും പ്രാർത്ഥിക്കാൻ ഞങ്ങളോടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനകളെല്ലാം നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അവരുടെ ആവശ്യങ്ങളെല്ലാം നീ പൂർത്തീകരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുള്ളവരാണ് പടച്ചോനെ. ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട്, ഞങ്ങളുടെ കാതുകൾ കൊണ്ട്, ഞങ്ങളുടെ കൈകാലുകൾ കൊണ്ട്, ഞങ്ങളുടെ ചിന്ത കൊണ്ട്, വിചാരം കൊണ്ട് ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് പടച്ചവനെ. അതെല്ലാം നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അതിൽ യാതൊന്നും ഒരംശവും നീ അവശേഷിപ്പിക്കരുതേ തമ്പുരാനെ. അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തന്നുകൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നോമ്പുകൾ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഖിയാമുകൾ, നിന്നുള്ള ഞങ്ങളുടെ രാത്രി നമസ്കാരങ്ങൾ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദാനധർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ തമ്പുരാനെ.
ആ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലുള്ള നെയ്യത്തിലോ ചെയ്ത രീതിയിലോ എന്തെങ്കിലും പോരായ്മ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പോരായ്മകളൊക്കെ വിട്ടുപൊറുത്ത് നീ മാപ്പാക്കി തരണമേ തമ്പുരാനെ. അത് സൽക്കർമ്മമായി നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ തമ്പുരാനെ. നിന്റെ വലതുകരം കൊണ്ട് നീ സ്വീകരിക്കണമേ തമ്പുരാനെ. ആ സദഖകളെയും സക്കാത്തുകളെയും നീ വളർത്തിയെടുക്കണമേ തമ്പുരാനെ. പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടി ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ ത്രാസിൽ, ഞങ്ങളുടെ തുലാസിൽ കനം തോന്നുന്ന കർമ്മങ്ങളായി ഞങ്ങളുടെ സദഖകളെയും സകാത്തിനെയും നീ സ്വീകരിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ വളർന്നിട്ടുള്ള, ഞങ്ങളിൽ നിന്ന് ജനിച്ചിട്ടുള്ള ഞങ്ങളുടെ കുട്ടികൾക്ക് നീ അനുഗ്രഹം ചൊരിയണമേ തമ്പുരാനെ. ഞങ്ങളുടെ ആൺകുട്ടികളിൽ നീ അനുഗ്രഹം ചൊരിയണമേ തമ്പുരാനെ. ഞങ്ങളുടെ പെൺകുട്ടികളിലും നീ അനുഗ്രഹം ചൊരിയണമേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ നന്മ ചൊരിയണമേ തമ്പുരാനെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് പടച്ചവനെ നീ ഖബറിടം വിശാലമാക്കി കൊടുക്കണമേ തമ്പുരാനെ. അവരുടെ ബർസഖിയായ ജീവിതം നീ സുന്ദരമാക്കി കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥന കാരണം അവിടെ അവരുടെ ദറജ നീ വളർത്തിക്കൊടുക്കണമേ, ഉയർത്തിക്കൊടുക്കണമേ തമ്പുരാനെ. പടച്ചവനെ, സ്വർഗത്തിൽ അവർക്കും ഞങ്ങൾക്കും നീ ഇരിപ്പിടവും കിടപ്പാടവും നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ ഘോരമായ നരകത്തിലിട്ട് അവരെയും ഞങ്ങളെയും നീ ശിക്ഷിക്കരുതേ പടച്ചവനെ. നിന്റെ വിശാലമായ സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കാനുള്ള ശേഷിയും അവസരവും നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പദ്ഘടനയെ നീ വികസിപ്പിക്കണമേ തമ്പുരാനെ. ഏറ്റവും ഉയർന്ന സമ്പദ്ഘടനയുള്ളവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വിടവ് നികന്ന് എല്ലാവരും സമൃദ്ധി ആസ്വദിക്കുന്ന ഒരു സമൂഹമായി നീ ഞങ്ങളെ മാറ്റണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൃഷിയെ നീ വളർത്തിയെടുക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ വ്യവസായങ്ങളെ നീ പരിപോഷിപ്പിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ കച്ചവടങ്ങളെ നീ മാന്ദ്യത്തിലകപ്പെടുത്തരുതേ പടച്ചവനെ. എല്ലാവിധ മാന്ദ്യങ്ങളിൽ നിന്നും ഞങ്ങളുടെ സമ്പദ്ഘടനയെ നീ പരിപോഷിപ്പിച്ചു തരണമേ തമ്പുരാനെ. എന്നിട്ട് ഈ സമൂഹത്തെ സേവിക്കാൻ, ഈ സമുദായത്തെ സേവിക്കാൻ, ഈ രാജ്യത്തെ സേവിക്കുവാനുള്ള ശേഷി ഈ സമൂഹത്തിനും സമുദായത്തിനും നീ നൽകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് طيب سراهم واجعل الجنة مأواهم اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا لا حجة علينا اللهم تقبل صيامنا اللهم تقبل صيامنا وقيامنا اللهم تقبل صيامنا وقيامنا يا رب العالمين اللهم إنا نعوذ بك من الجبن اللهم إنا نعوذ بك من الجبن والبخل اللهم إنا نعوذ بك من الجبن والبخل اللهم إنا نعوذ بك من الجبن والبخل اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشبه خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والسلام.